പ്രാവണക്കാ പ്രാവണ്. ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ യാത്രാ സ്നേഹി. ഇന്ന് നമ്മൾ കാശ്മീരിലെത്തിയ 4ാമത്തെ ദിവസമാണ് കേട്ടോ. നമ്മൾ ശ്രീനഗറിലാണ് താമസിക്കുന്നത്. ഒരേ ഹോട്ടലിൽ തന്നെയാണ് നമ്മൾ 4 ദിവസമായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ആർക്കോ ഹോട്ടൽ എന്നാണ് ഇതിൻ്റെ പേര്. നല്ല അടിപൊളി പ്രോപ്പർട്ടിയാണ് കേട്ടോ. നമ്മുടെ റൂമെല്ലാം നല്ല അടിപൊളിയാണ്. പ്രീമിയം റൂമാണ്. നമ്മൾ 4 പേരുള്ളത് കൊണ്ട് എക്സ്ട്രാ ബെഡൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള വലിയ റൂമാണ് കേട്ടോ. അതുപോലെ ഇവിടെ ഹോട്ട് പൂളുണ്ട്. അപ്പോൾ ഇന്നലെ ഹോട്ട് പൂളിലൊക്കെ ഇവിടെ ഇക്കയും മക്കളൊക്കെ പോയിട്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തായിരുന്നു. പിന്നെ ഇന്ന് നമ്മളുടെ സിറ്റി ടൂറാണ്. നമ്മുടെ ശ്രീനഗറിലുള്ള യാത്രയുടെ അവസാനത്തെ ദിവസമാണെന്ന്. അപ്പോൾ നമ്മളിന്ന് സിറ്റി ടൂറാണ് ചെയ്യുന്നത്. സിറ്റി ടൂറിൽ ആദ്യം നമ്മുടെ ശങ്കരാചാര്യ ടെമ്പിൾ പോകുന്നുണ്ട്. പിന്നെ ദാൽ ലേക്കിൽ നമ്മളൊരു ഷിക്കാര റൈഡ് പോകുന്നുണ്ട്. പിന്നെ ഹസ്രത് ബാൽ മോസ്ക്, മുഹമ്മദ് നബിയുടെ ഹെയർ സൂക്ഷിച്ചിട്ടുള്ള മോസ്ക്, അതൊന്ന് കാണാൻ പോകുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ വേറെ മെയിനായിട്ടുള്ള കുറച്ച് അട്രാക്ഷൻസ്, അതുപോലെ ലാൽ ചൗക്കും കൂടെ പോകുന്നുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ വെഹിക്കിൾസ് വലിയ ബസ്സിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ബസ്സൊന്നും അവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളെ അങ്ങോട്ട് അവർ ഡ്രോപ്പ് ചെയ്ത ശേഷം നമുക്ക് അവിടെ പർച്ചേസ് ചെയ്തിട്ട് നമുക്ക് സ്വന്തമായിട്ട് ഊബറോ എന്തെങ്കിലും വിളിച്ച് വരാമെന്നാണ് ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് എല്ലായിടത്തെയും തിരക്കും കാര്യങ്ങളൊക്കെ അനുസരിച്ച് എങ്ങനെയാണ് നടക്കുകയെന്നറിയില്ല. അപ്പോൾ അതനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ടൂറ്. പിന്നെ ഇവിടെ ഫുള്ള് മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ചെറിയ ചാറ്റൽ മഴ എപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നത്. റോഡ് മുഴുവൻ വെറ്റാണ്. അപ്പോൾ നമ്മൾ റെയിൻകോട്ടും ഒക്കെ ആയിട്ടാണ് എല്ലായ്പ്പോഴും പോകുന്നത്. പിന്നെ ഇന്നലെ നമ്മൾ പോയത് ഗുൽമർഗിലേക്കായിരുന്നു. അവിടുത്തെ എക്സ്പീരിയൻസ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ phase 1-ലും phase 2-ലും പോയി. ധാരാളം ആളുകൾ വരുന്നുണ്ട്. നല്ല തിരക്കാണ്. നമ്മൾ പോകുന്ന ആ സമയത്തായിരുന്നു phase 2 ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. phase 2-ൽ വെതർ നോക്കിയിട്ടാണ് അവിടത്തേക്ക് എൻട്രി ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതെല്ലാം നേച്ചറിൻ്റെ കളികളായതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല, പ്രിഡിക്റ്റ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ നമ്മൾക്ക് എന്തോ ഭാഗ്യത്തിന് phase 2-ൽ പോകാൻ പറ്റി. അവിടെ നല്ല ഫോഗും അതുപോലെ മഞ്ഞുവീഴ്ചയും എല്ലാം ഉണ്ടായിരുന്നു. നല്ല പെട്ടെന്ന് തന്നെ ക്ലൈമറ്റ് ചേഞ്ച് ആവും, ആരെയും കാണാൻ പറ്റാത്ത അവസ്ഥയിലാവും. പിന്നെ കുറച്ച് മാറ്റങ്ങൾ വരും. അങ്ങനെയായിരുന്നു. അങ്ങനെ 2-3 തവണ ഞങ്ങൾക്ക് നല്ല മഞ്ഞുവീഴ്ച കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ ഗണ്ടോളയിൽ തിരിച്ച് വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നല്ല മഞ്ഞുവീഴ്ചയായിരുന്നു. പെട്ടെന്ന് തന്നെ കല്ലുകളൊക്കെ കാണുന്ന മലയിൽ ആ കല്ലെല്ലാം മൂടിപ്പോയി മഞ്ഞ് ഫുള്ള് കവർ ചെയ്തു കേട്ടോ. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്നാൽ ഞങ്ങളുടെ പുറകെ വലിയ ലോങ് ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു. അവർക്കൊന്നും phase 2-ലേക്ക് പോകാൻ പറ്റിയില്ല. അവിടുത്തെ വെതർ ചേഞ്ച് ആയതുകൊണ്ട് phase 2-ലേക്കുള്ള എൻട്രി ക്ലോസ് ചെയ്യായിരുന്നു. അപ്പോൾ അവരെല്ലാം നല്ല വിഷമത്തോടു കൂടിയാണ് തിരിച്ചിറങ്ങിയത് കേട്ടോ. അപ്പോൾ ഇത് നേച്ചറിൻ്റെ കളികളായതുകൊണ്ട് നമുക്കൊന്നും പറയാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് ആരു വാലിയിൽ പോകാൻ പറ്റിയില്ലല്ലോ, പെട്ടെന്ന് അവിടെ ലാൻഡ് സ്ലൈഡ് വന്നതുകൊണ്ട്. അപ്പം നമുക്ക് അതും വിഷമമുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെയാണ് എല്ലാവർക്കും ഈ കാശ്മീരിൽ വരുമ്പം എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഉറപ്പ് പറയാൻ പറ്റില്ല. ഇവിടുത്തെ ക്ലൈമറ്റ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് എല്ലാം ആസ്വദിക്കാൻ നമുക്ക് കഴിയുന്നില്ല. പിന്നെ അതുപോലെ ഇവിടെ എപ്പോഴും സീസണാണ് കേട്ടോ. എല്ലാ മന്തും സീസണുള്ള ഒരു സ്റ്റേറ്റ് ഇപ്പോൾ യൂണിയൻ ടെറിട്ടറിയാണ് ഈ ജമ്മു ആൻഡ് കാശ്മീർ. അപ്പോൾ ഹോൾ ഇയർ ജാനുവരി ടു ഡിസംബറും ഇവിടെ എപ്പോഴും ടൂറിസം സീസൺ തന്നെയാണ്. ഓരോ സീസണിലും ഓരോ തരം കാഴ്ചകളാണ് ഇവിടെ കാണാൻ പറ്റുക. സ്പ്രിംഗ് ഉണ്ട്, വിൻ്റർ ഉണ്ട്, പിന്നെ ഓട്ടം സീസണുണ്ട്, അതുപോലെ ഈ ഹാർവെസ്റ്റിംഗ് സീസണുകളുണ്ട്. അപ്പോൾ ഓരോ ഇവിടുത്തെ അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സും ഓരോ സമയത്ത് ഓരോ ഹാർവെസ്റ്റിംഗ് ആയിരിക്കും ഉണ്ടാവുക. സ്ട്രോബെറി, ആപ്പിള്, പിന്നെ ഉരുളക്കിഴങ്ങ്, പിന്നെ പലതരം ബെറീസ്, ബ്ലൂബെറി, ബ്ലാക്ക്ബെറി പോലുള്ള പലതരം ബെറീസ്, പിന്നെ കടുക്, അങ്ങനെ പിന്നെ വാൾനട്ട്, അങ്ങനെയുള്ള എല്ലാത്തരം കൃഷികളുടെയും ഹാർവെസ്റ്റിംഗ് സീസൺ ഓരോ സമയത്തുണ്ടാവും. അപ്പോൾ ഇവിടെ എപ്പോഴും 12 മന്ത്സും സീസണായിട്ടുള്ള ഒരു യൂണിയൻ ടെറിട്ടറിയാണ് കേട്ടോ ഇത്. അപ്പോൾ എന്തുകൊണ്ടും നമ്മൾ ജവഹർലാൽ നെഹ്റു പറഞ്ഞതുപോലെ തന്നെ, നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ തന്നെ ഭൂമിയുടെ സ്വർഗം ഇതാണെന്ന് പറഞ്ഞതുപോലെ തന്നെ ജമ്മു കാശ്മീർ ആ പേര് അന്വർത്ഥമാക്കുന്ന രീതിയിൽ തന്നെയാണ് ഉള്ളത് കേട്ടോ. പിന്നെ നമ്മളിന്ന് കുറച്ച് ഗാർഡനുകളിലേക്കൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ
നമ്മൾ വഴിയെ കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് എല്ലാം കാണുക. നമ്മുടെ ചാനലിലൂടെ നമ്മുടെ ഈ ചെറിയ ചെറിയ യാത്രകൾ, നമ്മൾ വലിയ ആളുകളൊന്നുമല്ല, ഈ ചെറിയ ചെറിയ യാത്രകൾ ഞങ്ങളുടെ ആ പാഷൻ കൊണ്ട് നമ്മൾ ഓരോരുത്തർ എത്തിപ്പെടുന്നതാണ്. അപ്പോൾ ഈ യാത്രകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ ഒന്ന് കാണുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ സിറ്റി ടൂറിലേക്ക് സ്വാഗതം. ഈ ഒരു പോയിന്റ് വരെയേ ബസ് പോവുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ശങ്കരാചാര്യ ടെമ്പിൾ പോകണമെങ്കിൽ ഓട്ടോയിൽ വേണം പോവാൻ. അതിനുള്ള പേയ്മെൻ്റൊക്കെ ഓൾറെഡി നമ്മുടെ ടൂർ ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പോയിന്റിൽ നമ്മുടെ ബസ് പാർക്ക് ചെയ്ത ശേഷം ശങ്കരാചാര്യ ടെമ്പിളിലേക്ക് പോവുകയാണ് കേട്ടോ. ശങ്കരാചാര്യ ടെമ്പിൾ കാണാനായിട്ട് ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. താഴേക്കിൻ്റെ വ്യൂ ഈ മേലിൽ നിന്ന് കാണുന്നതാണ് കേട്ടോ. ഞങ്ങളങ്ങനെ ശങ്കരാചാര്യ ടെമ്പിളിൽ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ വണ്ടി ഓട്ടോ അവിടെ നിർത്തി. ഇനി നമ്മൾ കുറച്ച് ദൂരം നടന്ന് വേണം അങ്ങോട്ട് പോകാനായിട്ട് കേട്ടോ. അപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ, ഒരുപാട് വാഹനങ്ങൾ വരുന്നുണ്ട്. ഫ്രീ ഫുഡ് സെർവ് ചെയ്യുന്നുണ്ട് കേട്ടോ. പ്രസാദം പോലെ എല്ലാവർക്കും ഫുഡ് ഫ്രീ സെർവ് ചെയ്യുന്നുണ്ട്. ഓരോ ആളുകൾ ഇവിടെ വന്നിട്ട് ഒരു വഴിപാട് നേരുകയാണ് കേട്ടോ, ഫുഡ് ഫ്രീ ആയിട്ട് കൊടുക്കാൻ. സ്റ്റെപ്പ് കയറാൻ തുടങ്ങിയാണ്. 250 സ്റ്റെപ്പോളം ഉണ്ട് കേട്ടോ. സ്റ്റെപ്പോളം ഉണ്ട് കയറാനായിട്ട്. അപ്പോൾ നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്, സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇടയിൽ ചെറിയൊരു പ്ലാറ്റ്ഫോം ഉണ്ട് കേട്ടോ റെസ്റ്റ് ചെയ്യാനായിട്ട്. കുറച്ച് സ്റ്റെപ്പ് കയറിയ കുറച്ച് പ്ലാറ്റ്ഫോം ഉണ്ട്. മോള് തിരിച്ചു വരുമ്പോൾ മണിയടിക്കാം കേട്ടോ. മോൾക്ക് കിട്ടിയില്ലല്ലോ, തിരിച്ചു വരുമ്പോൾ മണിയടിക്കാം. വെറൈറ്റി ആയിട്ടുള്ളൊരു പക്ഷി കേട്ടോ. പ്രാവാണ് കാ, പ്രാവാണ്. കണ്ടു കണ്ടു. നമ്മളങ്ങനെ ശ്രീ ശങ്കരാചാര്യ ടെമ്പിളിലേക്ക് എത്തിയിട്ടോ. ഒരുപാട് സ്റ്റെപ്പൊക്കെ കയറി കിതച്ചിട്ടാണ് എത്തിയിരിക്കുന്നത്. ശ്രീനഗർ സിറ്റിയിൽ നിന്ന് 1100 അടി മേളിലാണ് കേട്ടോ. ഗോപഗിരി ഹില്ലാണ് ഇത്. ഈ ഗോപഗിരി ഹില്ലിലാണ് ശ്രീ ശങ്കരാചാര്യ ടെമ്പിൾ സ്ഥാപിച്ചിരിക്കുന്നത്. BC 200 ഈ ടെമ്പിളിലെ ഒരു ആദ്യത്തെ രൂപം ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അത് ആരാ ഉണ്ടാക്കിയെന്നുള്ളതിനെ കുറിച്ചുള്ള ഐഡിയ ഒന്നുമില്ല. പിന്നീട് ശ്രീ ശങ്കരാചാര്യർ വന്ന് ഇവിടെ തപസ്സിരിക്കുകയും അതിനുശേഷമാണ് ശങ്കരാചാര്യ ടെമ്പിൾ എന്നുള്ള പേരിലേക്ക് ഈ അമ്പലം മാറിയത്. ഇത് ഇപ്പോൾ കാണുന്ന രീതിയിൽ പുതുക്കി പണിതിരിക്കുന്നത് 1935 കേട്ടോ. അതിന് മുൻപുള്ള കാലങ്ങളിലും ഈ ടെമ്പിള് വേറെ പല ആളുകളുടെയും അധീനതയിലായിട്ടുണ്ട്. അതായത് സുലൈമാൻ നബി, അതായത് സോളമൻ ചക്രവർത്തിയുടെ പേരിലും അതുപോലെ ബുദ്ധന്മാരുടെ പേരിലൊക്കെ ഈ അമ്പലം അവരവരുടേതായ ഹൈറാർക്കി സമയത്ത് അവരുടെ ഒരു എന്താ പറയുക ഡിവോഷണൽ പ്ലേസ് ആയിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ.
बहुत ऊंचा है, रजत पकड़ लो। मन ഷൂ അകത്തോട്ട് ഇടാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് ഇവിടെ എല്ലാവരും ഷൂ അഴിച്ചു വയ്ക്കണം. നല്ല വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ. ശ്രീനഗറിൻ്റെ ഏകദേശം എല്ലാ ഭാഗവും കാണുന്നുണ്ട്. നല്ല നല്ല ചെരുപ്പൊക്കെ കിടക്കണോ പോയതായിരിക്കും. ഒരുപാട് എമിനന്റ് പേഴ്സണാലിറ്റീസ് വിസിറ്റ് ചെയ്ത സ്ഥലമാണ് കേട്ടോ ഇത്. ദേവഗൗഡ, പിന്നെ ദിൽജിത് സിംഗ്, പിന്നെ സോനു നിഗം, ഗോവിന്ദ് മോഹൻ, അർജുൻ രാം മേഘ്വാൾ, സച്ചിൻ ടെണ്ടുൽക്കർ ഇവരൊക്കെ ഇവിടെ ഈ അമ്പലം വിസിറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. 1935 പണിതതാണ് കേട്ടോ ഈ ടെമ്പിള്. ഏറ്റവും കാലപ്പഴക്കമുള്ള ഓൾഡസ്റ്റ് ടെമ്പിളാണ് കേട്ടോ ഇത്. ഞാനങ്ങനെ അമ്പലത്തിലേക്ക് മേളിലേക്ക് കയറി കേട്ടോ. അതായത് കുറച്ച് കുത്തനെയുള്ള കുറച്ച് സ്റ്റെപ്പുകളാണ്. അപ്പം നമുക്ക് നല്ല കിതപ്പ് വരും മേളിലോട്ട് കയറുമ്പോൾ. അപ്പം മേളിലോട്ട് കയറിയിട്ടുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ അതിമനോഹരമാണ്. കാരണം ശ്രീനഗർ താഴ്വരയുടെ മുഴുവൻ കാഴ്ചകളും ഇവിടെ കാണാൻ പറ്റും. അതുപോലെ ഇവിടുത്തെ ദാൽ ലേക്ക്, പിന്നെ ജലം നദിയുടെ താഴ്വരകളെല്ലാം ഇവിടെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒരു ഫുൾ വ്യൂ 360 ഡിഗ്രി വ്യൂ കിട്ടുന്ന രീതിയിലാണ് ഈ അമ്പലം ഇവിടെ പണിതിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ അതുപോലെ കല്ലുകൾ കൊണ്ടാണ് പണിതിരിക്കുന്നത്. അത് ഒരു പ്രത്യേക എന്താ പറയുക ഡയമെൻഷണൽ ഷേപ്പിലൊക്കെയാണ് ഇത് പണിതിരിക്കുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ശങ്കരാചാര്യ ടെമ്പിളിന് മുമ്പിലാണുള്ളത് കേട്ടോ. മുമ്പിലല്ല, ടെമ്പിളിൽ മേളിൽ നല്ല വ്യൂ ആണ് കേട്ടോ. ഇവിടുന്ന് താഴേക്ക് നമ്മൾ ദൈവത്തെ കാണാൻ മേളിൽ കയറുന്നതേ ഉള്ളൂ. നല്ലൊരു ലൈനുണ്ട്. അപ്പോൾ ആ ലൈനിൽ നിന്നിട്ട് വേണം ഇനി മേളിലേക്ക് കയറാൻ. ഇവിടുന്ന് ശ്രീനഗറിന്റെ ഏകദേശം എല്ലാ ഭാഗങ്ങളും കാണുന്നുണ്ട്. ദാൽ ലേക്ക് കാണുന്നുണ്ട്. ദാൽ ലേക്കിന്റെ ഉള്ളിലോട്ട് പോകുന്ന വഴികളെല്ലാം, കൈവഴികളെല്ലാം കാണുന്നുണ്ട്. നല്ലൊരു അടിപൊളി വ്യൂ ആണ്. ഞങ്ങളങ്ങനെ കുറേ സമയം ക്യൂ നിന്നിട്ട് അമ്പലത്തിനകത്തോട്ട് കയറിയിട്ടോ. വളരെ ചെറിയൊരു പ്ലേസേ ഉള്ളൂ കേട്ടോ അകത്തോട്ട് കയറാനായിട്ട്. ഓരോരുത്തർക്കായിട്ടേ കയറി പോകാൻ പറ്റുള്ളൂ. കുറച്ച് പേര് ഒരു 10ഓളം പേർക്ക് അകത്ത് കയറി നിൽക്കാൻ പറ്റും. അത് അവിടെ ശിവലിംഗമാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഇത് ലോർഡ് ശിവയുടെ പേരിലുള്ള അമ്പലമാണ്. അപ്പോൾ നല്ല കിതപ്പ് വരും കേട്ടോ അകത്തോട്ട് കയറുമ്പോൾ. നല്ല ഹൈറ്റിലുള്ള സ്റ്റെപ്പുകളാണുള്ളത്. പക്ഷെ എല്ലാം കരിങ്കല്ലാണ് കേട്ടോ. പിന്നെ അകത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് അകത്ത് നമ്മൾ എടുത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ അമ്പലത്തിൽ ദൈവത്തെ കണ്ടിട്ട് തിരിച്ചിറങ്ങാണ്. ഇനി ഇതിൻ്റെ സൈഡിലായിട്ട് തന്നെയാണ് ശ്രീ ശങ്കരാചാര്യ തപസ് അനുഷ്ഠിച്ചിട്ടുള്ള ഒരു ചെറിയ ഗുഹയുള്ളത് കേട്ടോ. ഗുഹ എന്ന് പറഞ്ഞാൽ കല്ല് വിരിച്ചിട്ടുള്ള ഒരു പ്ലേസാണ്. അതിലേക്കും നല്ല നൂണ്ട് വേണം അകത്തോട്ട് കയറാൻ കേട്ടോ. കുനിഞ്ഞ് കയറിയാൽ ഒരാൾക്ക് നിൽക്കാൻ പറ്റുന്ന ഹൈറ്റിലാണ് ആ പാറയുള്ളത് കേട്ടോ. ഭൂമിയും പറ്റില്ല. അവിടെയുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ടെമ്പിൾ ദർശനം കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ചിറങ്ങാൻ പോവാണ്. അപ്പോൾ എല്ലാവരും കൂടെ നിന്നിട്ടൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ എന്നിട്ട് പോവാന്ന് എഴുതിയിട്ടാണ്. ഇവിടെ ഒരു കരടി ഉണ്ട് കേട്ടോ. ആ കരടി സ്ഥിരമായി ഇവിടെ വരുന്നതാണ്. ഫുഡ് കഴിക്കാൻ വരികയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. ആളവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സ്ഥിരമായി ആളിവിടെ വരുന്നതുകൊണ്ട് ഇവിടെ വരുന്ന അമ്പലത്തിൽ വരുന്ന ആളുകളെല്ലാം ഫുഡെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആൾ വന്ന് കുറച്ച് പഴമൊക്കെ കഴിച്ചിട്ട് പോയി. അതാ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ അമ്പലത്തിൽ നിന്ന്
വീഡിയോയുടെ ലെങ്ത് കൂടേണ്ടാന്ന് കരുതി ശ്രീനഗർ സിറ്റി ടൂറിൻ്റെ ബാക്കി കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ.